കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും കർക്കടക മാസ ആശംസകൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ബാക്കിയുള്ള എല്ലാവരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് എത്തട്ടെ, നിങ്ങളിലേക്കും കൂടി എത്തട്ടെ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയി തൊഴാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലേക്കൊന്ന് പോയി നോക്കുക. വളരെ ശുദ്ധിയോടുകൂടി ആചരിക്കുന്ന മാസമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെയും അതുപോലെ നാലമ്പല ദർശന യോഗവും ഒക്കെ ഉണ്ടാവട്ടെ. നമുക്കതിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കാം. നമുക്കെന്തായാലും ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നത് എന്നറിയില്ല. നമുക്ക് പോയി നോക്കണം. ആകാംക്ഷയോടെയാണ് ഇന്നിപ്പോൾ ഏതെങ്കിലും ശ്രീരാമചന്ദ്രനോ ലക്ഷ്മണനോ സീതാദേവിയോ അങ്ങനെയൊക്കെ ഉള്ളതാണോ, അതോ ഇനി നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെയാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ, മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വരുമ്പോൾ കാളിയമർദ്ദന രൂപം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്ത് മേൽപ്പത്തൂരിൻ്റെ ആ പീഠം, കെടാവിളക്ക് അതൊക്കെ കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ കർക്കിടകത്തിൻ്റെ പ്രതീതിയൊക്കെ അവിടെ ഇങ്ങനെ കാണാണ്ട് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. നല്ല നെയ്വിളക്കിൻ്റെ പ്രഭയുണ്ട്. ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽ തടകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു കാല്, ഇടത്തെ കാലൊന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ആൾ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മുന്നോട്ട് വെച്ച കാലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ പാളത്താറ് പോലെ തന്നെ ഞൊറിഞ്ഞു കൊടുത്തിട്ടാണ്. അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മുല്ലമുട്ടുമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കയ്യിൽ നിന്ന് ഇടത്തെ കയ്യിൽ വില്ല് പിടിച്ചിട്ടുണ്ട്. അതേപോലെ വലത്തെ കയ്യിൽ അമ്പ് പിടിച്ചിട്ടുണ്ട്. അമ്പും വില്ലും കൂടി കൂട്ടിയിട്ട് അമ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. ശ്രീരാമചന്ദ്രസ്വാമിയാണ്, വെറുതെ അല്ല. ഇന്നിപ്പോൾ കർക്കിടകം 1 എന്നുള്ളത് അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു തീഷ്ണത ആ നയനങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഒരു രാജകുമാരനായിട്ട് തന്നെയാണ്. ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതേമാതിരി തലയിൽ കിരീടം ചൂടിയിട്ടുണ്ട്. രാജകുമാരനായിട്ട് തന്നെയാണ് രാമൻ നിൽക്കുന്നത്, ശ്രീരാമചന്ദ്രൻ. അപ്പോൾ എല്ലാവരെയും കർക്കിടകത്തിലേക്ക്, നിങ്ങൾക്ക് കർക്കിടകത്തിലെ പഞ്ഞൊന്നും ഏൽക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ, ചതുർബാഹുവായ വിഗ്രഹത്തിൽ ശ്രീരാമചന്ദ്രൻ നിൽക്കണതേ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. അങ്ങനെ തിരുമുടിമാല, 2 തിരുമുടിമാല ഉണ്ട്. അതും എങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂവ് കൂടുതലുണ്ട്, പിന്നെ കുറച്ച് തുളസി അങ്ങനെ. അതേപോലെ തന്നെ മറ്റൊന്ന് കുറച്ച് വെള്ള പൂവുണ്ട്, കുറച്ച് തെച്ചിപ്പൂവുണ്ട്. അതേപോലെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെ വെച്ചാൽ അതും 2 ഉണ്ട്. അതിങ്ങനെ പാദം വരെ മുട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തെച്ചി കൂടുതൽ, തുളസി കുറച്ചായിട്ട്, പാദത്തിൻ്റെ അവിടെ തുളസിയായിട്ട്. അതേപോലത്തെ 2 അപ്പോൾ പിന്നെ മുകളിലേക്ക് നോക്കിയാൽ നിറയെ മാലകളാണ്, 5-6 മാലകളുണ്ട്. അതും തെച്ചിയും തുളസിയായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വിഗ്രഹമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ ശ്രീരാമചന്ദ്രസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ തൊഴുത് ഇറങ്ങിയ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത്, ആ ചുവരിലെ ആല്ലക്കണ്ണനെയും കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാനായിട്ട് വരാം. ഗണേശനെ അവിടെ വരുമ്പോൾ കാണുന്നത് അന്ന് മുഖത്തൊക്കെ നന്നായിട്ട് ചന്ദന ചാർത്തായിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നീട് കിരീടം വെച്ചിട്ടുണ്ട്, പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നേരെ വന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്ന് മേൽശാന്തി തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ രൂപം കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയും ധാരാളം മാലകളുണ്ട്. നല്ല തുളസിമാലകളുണ്ട്, അതേപോലെ താമരമാലകളുണ്ട്. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. പിന്നീട് ആ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രനും അതേപോലെ ബലരാമനും ശ്രീകൃഷ്ണനെയും ഒക്കെ കണ്ട് തൊഴാം. ബലരാമൻ്റെ അവിടെയും ശ്രീകൃഷ്ണൻ്റെ അവിടെയൊക്കെ തുളസിമാലകളുണ്ട്. പിന്നെ മുരുകനെ കാണാം. മുരുകനെ കാണുമ്പോൾ നിറച്ച് ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയുടെ അവിടെ ഇന്ന് ഒരു വെറ്റിലമാല ഉണ്ട്, കുറച്ച് കുങ്കുമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ബാക്കി പിന്നീട് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും കണ്ട് തൊഴുത് നേരെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. അതേപോലെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കടാവൾക്ക് കണ്ട് തൊഴുത് അടുത്ത അറയിലെത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവര ഉണ്ണീനായിട്ട് പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിന് അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. നമ്മുടെ അവിടെ വരുമ്പോൾ അമ്മയും നല്ല സുന്ദരിയായിട്ടാട്ടോ, നല്ല കളഭാലങ്കാരം കഴിഞ്ഞിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് വലിയ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടയാഭരണങ്ങളൊക്കെ സർവാഭരണ വിഭൂഷി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടുന്നതായി സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ടൊന്ന് പ്രദർശനം ചെയ്ത് അവിടുന്ന് പോന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ശ്രീരാമചന്ദ്രസ്വാമിയെ നമ്മൾ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന കടാവിളക്ക് കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയെ കാണാൻ ഇന്നും നല്ല ചന്തം തന്നെ ഉണ്ടോ. ആളിപ്പോൾ എന്തായാലും പീലി തിരുമുടിയാണ് കെട്ടിയിട്ടാണ് എപ്പോഴും. നല്ല രസമായിട്ടുണ്ട്, നിറച്ച് ആഭരണങ്ങളുണ്ട്. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ ഉള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് നമുക്കങ്ങനെ പോരാം. ഇപ്പം എന്താ വെച്ചാൽ എല്ലായിടത്തും പുതിയ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പടിഞ്ഞാറ് നടയിൽ മാത്രമേ വരാനുള്ളൂ. നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വലിയ ദീപസ്തംഭങ്ങളെ നന്നായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മളവിടെ തൊഴുത് വന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കാണാം. അതിനുശേഷം നമ്മൾ വരുമ്പോൾ നാരായണാലയത്തിൽ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് അവിടുന്ന് വന്ന് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കർക്കിടകം 1 തന്നെ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ശ്രീരാമചന്ദ്രനെ കണ്ടു തൊഴുതു. അതിൻ്റെ ഒരു അനുഗ്രഹം കൂടി നമുക്കുണ്ടാവും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.